അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്ന മലപ്പുറം ജില്ലയിലെ തിരുനാവായ മഹാമാഘ മഹോത്സവത്തിലേക്കാണ് കേട്ടോ. മഹോത്സവം കാണുവാനാണ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു നദിയുടെ തീരത്ത് എത്തിയിട്ടുണ്ട്. നല്ല സെക്യൂരിറ്റിയോടുകൂടി വാളണ്ടിയേഴ്സ് ആണെങ്കിലും നല്ല ശ്രദ്ധിച്ച ആളുകളെ നമ്മളെ അപ്പുറത്തെ വശത്തേക്ക് കടത്തി വിടുന്നുണ്ട്. നല്ല വെയിലും നല്ല തിരക്കും അതിനനുസരിച്ചുള്ളൊരു ചെറിയൊരു കാറ്റും ചെറിയൊരു നാമജപത്തിൻ്റെ ഒരു മൂളൽ കേട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തുമ്പോൾ അങ്ങനെ ഞങ്ങൾ ആ പാലം കിടക്കാനുള്ള ഒരു ഇതിലാണ് കേട്ടോ. ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പുറം കിടക്കണ്ടേ ആ ഒരു എന്താണ് ഇതിലാണ് ഞങ്ങൾ. പാലം കഴിഞ്ഞ് എത്താനാകുമ്പോഴേക്കും ഞങ്ങൾ പിന്നെ ഓട്ടം തുടങ്ങി. കാരണം പാലം കഴിഞ്ഞിട്ടിട്ട് വേണ്ടേ നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ. സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരക്ക് പിടിച്ച് ഓടുന്നത്. ഈ സ്നാനം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് തിരിച്ച് വരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. തുണിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് പോയത്. അങ്ങനെ നിളാ നദിയിൽ ഇറങ്ങി നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ എല്ലാം നമ്മളവിടെ അർപ്പിച്ച് ഒരു 3 പ്രാവശ്യം മുങ്ങി നൂർന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ എല്ലാം നമ്മുടെ ഒരു മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നമ്മളവിടെ അർപ്പിച്ച് അതിന് ശേഷം നമ്മൾ തിരിച്ച് അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ. മുങ്ങലൊക്കെ കഴിഞ്ഞു. ഇനി ക്ഷേത്ര ദർശനത്തിന് പോകാനുള്ള തിരക്കാണ്. അപ്പം ഞങ്ങൾ പോണ സമയത്തില്ലേ, ഈ മുങ്ങുന്ന സമയത്തും അത്ര തിരക്കില്ല. ഞങ്ങൾ തിരിച്ച് ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനമൊക്കെ കഴിഞ്ഞ് 5 മണിക്കാണ് ഇനി ഈ ക്ഷേത്രത്തിൻ്റെ നട തുറക്കാമെന്ന് അവർ പറഞ്ഞു. അപ്പം അത് കാരണം കൊണ്ട് തന്നെ ക്ഷേത്ര അങ്കണത്തിൽ വലിയ തിരക്കൊന്നുമില്ല. വീണ്ടും ഞങ്ങൾ അവിടുന്ന് ഓടി ആരതിയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. അതായത് താളം പിടിക്കുന്ന ചേച്ചിനെ കണ്ടോ നിങ്ങൾ? അത്രയും മനസ്സറിഞ്ഞ ആ നാമജപത്തിൽ നമ്മൾ അങ്ങോട്ട് ലയിച്ചു പോകും. അങ്ങനെ ആ ക്ഷേത്രാങ്കണത്തിൽ അന്നദാനം കഴിച്ച് നമ്മൾ പോന്നു കേട്ടോ.